നമസ്കാരം. ഞാൻ NGR നമ്പൂതിരി. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹർദ്ദമായ സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ കഥാപ്രേമികളോട് പറയാൻ പോകുന്ന വിഷയം എന്താണ് പുല. പുലയെക്കുറിച്ചാവട്ടെ ഇന്നത്തെ നമ്മളുടെ ചർച്ച. പുനർലയിപ്പിക്കുന്നതാണ് പുല. മരണസമയം ശരീരത്തു നിന്നും ദശപ്രാണനിൽ 9 പ്രാണനും വിട്ടുപോകുന്നു. എന്നാൽ ധനഞ്ജയൻ എന്ന പ്രാണൻ ശരീരത്തിൽ നിന്നും പതിയെ പോകുന്നു. ധനഞ്ജയൻ എന്ന വായു സർവവ്യാപിയാണ്. ശരീരം അഗ്നിയിൽ ലയിക്കുമ്പോൾ ധനഞ്ജയൻ പുറത്തു വരുന്നു. ധനഞ്ജയൻ എന്ന പ്രാണൻ പിതാവിൽ നിന്നും മാതാവിന്റെ ഗർഭപാത്രത്തിൽ വച്ച് തന്നെ ശിശുവിലേക്ക് എത്തുന്നു. ശരീരത്തിൽ നിലനിൽക്കുന്ന ധനഞ്ജയൻ ആ വ്യക്തി മരിച്ച ശേഷം ശരീരം നശിക്കുമ്പോൾ പുറത്തെത്തുന്നു. ഈ ധനഞ്ജയൻ ഒരു വ്യക്തിയുടെ രക്തബന്ധത്തിൽ ഉള്ള എല്ലാ ആളുകളുമായും ബന്ധമുണ്ടാകും. കാരണം പിതാവിൽ നിന്നും നമ്മളിലെത്തുന്ന പ്രാണനാണല്ലോ അത്. ഒരേ പിതാവിൽ നിന്നും ജന്മമെടുത്ത എല്ലാ വ്യക്തികളുടെയും പ്രാണനുമായി ആ ധനഞ്ജയന് ബന്ധമുണ്ടായിരിക്കും. രക്തബന്ധമുള്ള വ്യക്തി മരിച്ചാൽ അതുകൊണ്ടാണ് പുല ആചരിക്കുന്നത്. മരണശേഷം വിട്ടുപോകുന്ന ദശപ്രാണനെയും കർമ്മങ്ങളിലൂടെ ഒന്നിപ്പിക്കുന്നു, അല്ലെങ്കിൽ പുനർലയിപ്പിക്കുന്നു. മരണം ഉണ്ടായതിനു ശേഷം അന്തരീക്ഷം, ഭൂമി എന്നിവ ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് ഹോമങ്ങളും മറ്റും നടത്തുന്നത്. ഈ ഹോമങ്ങളിലും കർമ്മങ്ങളിലും പങ്കെടുക്കാൻ ശരീരം ശുദ്ധമായിരിക്കുവാനാണ് പുലയുള്ള ആളുകളോട് ദൂരസഞ്ചാരം പാടില്ല, വേറെ വ്യക്തികൾ പുലയുള്ളവരെ തൊടരുത് എന്നൊക്കെ ആചാരമായത്. പഞ്ചകോശങ്ങൾ അടങ്ങിയ ശരീരത്തിന് ചിന്തിക്കാനും സംസാരിക്കാനും പ്രവർത്തിക്കാനുമുള്ള കഴിവ് ഉണ്ടാകുന്നത് പ്രാണൻ എന്ന ശക്തി കൊണ്ടാണ്. ഈ പ്രാണന്റെ വരവ് ജനനവും പോക്ക് മരണവുമാണ്. ജീവശരീരത്തിൽ പ്രാണൻ, അപാനൻ, ഉദാനൻ, സമാനൻ, വ്യാനൻ എന്നിങ്ങനെ 5 മുഖ്യതരം മുഖപ്രാണനുകളുണ്ട്. ഇവയ്ക്ക് യഥാക്രമം നാഗൻ, കൂർമൻ, കൃകലൻ, ദേവദത്തൻ, ധനഞ്ജയൻ എന്നിങ്ങനെ 5 പ്രാണനുകളുണ്ട്. ഇവയെല്ലാം കൂടി ആത്മാവെന്ന കേന്ദ്ര ചൈതന്യത്തിൽ നിന്നും പ്രകൃതി നിമിത്തം ആകർഷിക്കപ്പെട്ട് ശരീര രൂപീകരണം നടത്തുന്നു. ഇതാണ് ജനനം. പിന്നീട് ഈ പ്രാണനുകൾ ആ ശരീരത്തെ എപ്പോൾ വിട്ടുപോകേണ്ട ഒരവസ്ഥ വരുന്നുവോ അപ്പോൾ മരണം സംഭവിക്കുന്നു. ഇനി മരണവീട്ടിൽ പോയാൽ കുളിച്ചിട്ട് കയറണമെന്ന് പറയുന്നതിന്റെ ശാസ്ത്രീയത എന്താണ് എന്ന് നമുക്ക് നോക്കാം. അതായത് മരണവീട്ടിലെ സങ്കടകരമായ ചുറ്റുപാടിലെ എനർജി മുഴുവൻ നെഗറ്റീവാണ്. ഇത് നമ്മുടെ ഓറയിൽ, അതായത് ഊർജ ശരീരത്തിൽ കയറി പറ്റിയാൽ അത് പ്രശ്നമാണ്. അതുകൊണ്ടാണ് മരണവീട്ടിൽ പോയാൽ കുളിക്കണമെന്ന് പറയുന്നത്. കുളിക്കുമ്പോൾ അല്പം ഉപ്പുപൊടി ചേർത്ത് കുളിക്കുന്നത് ശരീരത്തിലെ എല്ലാ നെഗറ്റീവിനെയും കളയും. നേരെ മറിച്ച് സന്തോഷകരമായ ചുറ്റുപാടിൽ നിന്നും വന്നാൽ അന്ന് വീണ്ടും കുളിക്കരുത്. ഉദാഹരണത്തിന് ക്ഷേത്രത്തിൽ നിന്നും വന്നാൽ വീണ്ടും കുളിക്കരുത്. അതുപോലെ ശരീരം ദഹിപ്പിച്ച സ്ഥലത്ത് നവധാന്യം മുളപ്പിച്ചാൽ അവിടുത്തെ എല്ലാ നെഗറ്റീവും ഇല്ലാതാകും. വാസ്തുശാസ്ത്രത്തിൽ പറയുന്നു, കൊടിയ ആഭിചാരമുള്ള പറമ്പാണെങ്കിലും അവിടെ 7 പ്രാവശ്യം നവധാന്യങ്ങൾ മുളപ്പിച്ചാൽ ആ ദോഷം പോകുമെന്ന്. എന്തായാലും 30% എനർജിയുള്ള പറമ്പിൽ നവധാന്യങ്ങൾ മുളപ്പിച്ചതിനു ശേഷം 70% എനർജി വന്നതായി അറിയാവുന്നതാണ്. വാസ്തവത്തിൽ നമ്മുടെ ഋഷിമാരും പൂർവികരും പറഞ്ഞു വച്ച കാര്യങ്ങളുടെ മഹത്വം അറിഞ്ഞാൽ നാം അറിയാതെ തന്നെ അവരെ കൈകൂപ്പിപ്പോകും. എന്നാൽ നമ്മളോ അടുത്ത തലമുറയെ കാര്യങ്ങൾ പഠിപ്പിക്കാതെ വഴുതി മാറിക്കളയുന്നു. എന്നാൽ ഇത്
പഞ്ചമഹായജ്ഞത്തിലെ ബ്രഹ്മയജ്ഞം ചെയ്യാത്തതിന്റെ കർമ്മദോഷമായി തീരും എന്ന് നാം ഏവരും ഓർത്താൽ നന്ന്. മരണവീട്ടിൽ ഭക്ഷണം പാചകം ചെയ്യാൻ പാടില്ല. മൃതദേഹത്തിൽ തൊടുന്നതിന് മുൻപും കർമ്മശേഷവും ഉടുതുണിയിൽ കുളിക്കണം. മരിച്ച് 3 മണിക്കൂർ മുൻപ് പച്ചമാവിന്റെ വിറകിൽ ദഹിപ്പിക്കണം എന്നൊക്കെ പറയും. പച്ചമാംസം കത്തിയാലുണ്ടാവുന്ന അന്തരീക്ഷ മലിനീകരണം ഒഴിവായി കിട്ടും ഈ പച്ചമാവിൽ ദഹിപ്പിച്ചാൽ. അതിനുശേഷം ബലിക്കാക്കകളെ ക്ഷണിതാക്കളായി കുടിയിരുത്തി പരിസരത്ത് ബലിയിടുന്നത് ശരീരാവശിഷ്ടങ്ങൾക്ക് കോട്ടം സംഭവിക്കാതിരിക്കാനും ഇഴജന്തുക്കളെയും നികൃഷ്ടജീവികളെയും അകറ്റി നിർത്താനുമാണ്. സഞ്ചയനത്തിന് അസ്ഥികൾ ചമതയെന്ന ആയുർവേദ വൃക്ഷക്കൊമ്പുകൾ കൊണ്ടുള്ള ചവണയാലേ എടുക്കാവൂ. ശേഷം പരിസരം നവധാന്യങ്ങൾ നട്ടുമുളപ്പിച്ചാൽ ശരീരം കത്തി അശുദ്ധമായ ആ മണ്ണ് ശുദ്ധമാവും. ശേഷം പുലവീടൽ ചടങ്ങിന് എണ്ണ തേച്ച് കുളിച്ച് പഞ്ചഗവ്യം കൂടി കഴിച്ചാൽ മരണവീട്ടിൽ ജീവിച്ചിരിക്കുന്നവരുടെ ശരീരവും ശുദ്ധമാവും. അതിനുശേഷം 16-ന് സർവരുമായി സദ്യയുണ്ണുന്നതോടുകൂടി വിശപ്പു മാറിയവന്റെ അനുഗ്രഹത്താൽ എല്ലാം മറന്ന് പുതിയ ഒരു ജീവിതത്തിലേക്ക് കാലെടുത്തു വയ്ക്കാൻ ആ മനസ്സിനെ പ്രാപ്തമാക്കുന്ന ഒരു സൈക്കോളജി കൂടി ഈ ശാസ്ത്രത്തിലുണ്ട്. നമ്മുടെ ആചാരങ്ങൾ വളരെ ശ്രേഷ്ഠമാണ്, ശാസ്ത്രീയമാണ്. ഇത് മനസ്സിലാക്കാത്ത കാലത്തോളമാണ് അന്ധവിശ്വാസവും അനാചാരവുമായി മാറുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ കഥാപ്രേമികളുടെ മുന്നിൽ ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി, നമസ്കാരം.